ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനില്ലേ? ഏതോ ഇംഗ്ലീഷുകാരന്റെ മാർഗരേഖ സ്വീകരിച്ചവൻ അല്ല. യാതൊരുമില്ല. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല തൊപ്പി ധരിച്ച നല്ല മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിന് പോലും അന്യപുരുഷന്മാരെ കൂടെ ചങ്ങാതിത്വത്തിന്റെ പേരില്, ഫ്രണ്ട്ഷിപ്പിന്റെ പേരില്, അതുപോലെ ടീച്ചിങ്ങിന്റെ പേരില്, പഴയകാല സുഹൃത്തിന്റെ പേരില് ആ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് മടിയില്ലാത്ത മുസ്ലിം നാമധാരികളായി ചിലരെങ്കിലും പതിച്ചു പോയോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വിവാഹമാണ്, എന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്. അതുകൊണ്ട് ഞാനും അതെ എന്റെ കൂട്ടുകാരും ഒന്നിച്ചിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ? അല്ലാഹുവോട് ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര ഇസ്തിഗ്ഫാറാ ഇതിന്റെ അടിയിൽ എഴുതേണ്ടത്. പകരം അല്ലാഹുവോട് പറയാണ്, അല്ലാഹ് നീ ആക്കബിലേക്ക് ബർക്കത്ത് ചെയ്യണേ. ഭയങ്കര ദുആ തന്നെ. അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പണിയെടുത്തിട്ട് അന്യ പെണ്ണിനെ തൊടരുത്, അന്യ പെണ്ണുമായി സ്പർശിക്കരുത്, പോരാ അന്യ പെണ്ണിനെ നോക്കാൻ തന്നെ പാടില്ല, അന്യപുരുഷനെ നോക്കാൻ തന്നെ പാടില്ല. ഇതല്ലേ ഇസ്ലാം. അപ്പൊ ഇപ്പൊ ചില ആളുകൾക്ക് ഒരു തോന്നല, നോക്കുമ്പോഴേക്ക് എന്ത് വരാനാ വലിയരെ അല്ലേ? നോക്കുമ്പോഴേക്ക് എന്ത് വരാനാ വലിയരെ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കും, ഒന്ന് തോണ്ടുമ്പോഴേക്ക് എന്ത് വരാനാ വലിയരെ അല്ലേ? ഒന്ന് തോണ്ടുമ്പോഴേക്ക് എന്ത് വരാനാ വലിയരെ? ഒന്ന് കൈ പിടിക്കുമ്പോഴേക്ക് എന്ത് വരാനാ വലിയരെ? പിന്നെ ഇതെവിടെയാ നിർത്തുക? എവിടെയാ ഇത് കൊണ്ടുപോയി നിർത്താൻ പറ്റല? അതുകൊണ്ടാണ് ഇസ്ലാം മോനെ, നീ അന്യപെണ്ണിനെ കണ്ടാൽ കണ്ണ് താഴ്ത്തിയിട്ടോളണം. ഓ പെങ്ങളെ, അന്യപുരുഷനെ കണ്ടാൽ കണ്ണ് താഴ്ത്തിയിട്ടോളണം. നോക്കല് തന്നെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഈ നിലക്കുള്ള ജീവിതം നയിക്കേണ്ട മുസ്ലിമിന്റെ വീട്ടിൽ മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ പറയും. ഇസ്ലാമിന്റെ ആശയങ്ങൾക്കൊരു പുച്ഛം വില പോലും നൽകാതെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ബാറക്കല്ലാഹു ലക്കുമാ ഒലക്ക മുക്കി എഴുതിയാലും ആ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും മുസ്ലിമേ. പിന്നെ മൈലാഞ്ചിക്ക് പിന്നെ എന്ത് സന്തോഷ. അങ്ങനെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല, പിന്നെ എന്ത് സന്തോഷ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അന്യപുരുഷന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ പറ്റൂല. അന്യപുരുഷൻ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് നിന്റെ ഫോട്ടോ പെണ്ണെ എടുക്കൽ അനുവദനീയമല്ല. നിന്റെ ഫോണിൽ നിനക്ക് വിവാഹത്തെ ഓർമ്മിക്കാൻ, ചിലപ്പോൾ നിന്റെ കുടുംബത്തിന്റെ കൂടെ നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ അന്യപുരുഷൻ നോക്കാനല്ല. ഇല്ലാത്ത ഭംഗി പെയിന്റ് അടിച്ചുണ്ടാക്കിയിട്ട്, ഇല്ലാത്ത ഭംഗി പോളിഷ് ചെയ്തുണ്ടാക്കിയിട്ട് നാട്ടുകാരെ എന്റെ മോളെ ഭംഗി ഇങ്ങനെ ഉണ്ട് ചോദിക്കാൻ വേണ്ടി ബാറക്കല്ലാഹു ലക്കുമാ എഴുതുന്ന ബാപ്പയാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടുകാരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടുകാരികളാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. മതത്തിന്റെ നിയമങ്ങളൊക്കെ അതേ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് മുസ്ലിമാണ് എന്ന് അഭിമാനം പറയുന്നവരായി, ഇസ്ലാമിന്റെ അഭിമാനം പറയുന്നവരായി നമ്മൾ മാറിപ്പോയാൽ മുസ്ലിമായി ജീവിക്കുന്നവൻ പിന്നെ എവിടെയാ?